അടിപൊളി പറഞ്ഞു കളസം വരെ കീറിപ്പോയി. കളസം ഇല്ല ഇപ്പ 2 കിലോ അരി തന്നെങ്കിൽ മതിയായിരുന്നു. ചെയ്തതൊന്നുമില്ലേ ശരിയല്ല. പിണറായി എന്ന് പറഞ്ഞാൽ നമ്മളെ ദേശത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇനിയിപ്പം UDF ഭരിക്കണം. കാരണം 10 വർഷമായില്ലേ, മതി. നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം എന്നൊരു വാക്കുണ്ട്, അത് ഓക്കെ ആയിട്ടുണ്ട്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ. ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. അപ്പോൾ ഈ കേരള സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? നിങ്ങളുടെ അടുത്ത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ജനങ്ങളുടെ അഭിപ്രായമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഇത് എൻ്റെ അടുത്ത് ആ അഭിപ്രായം ചോദിക്കാതിരിക്കലാണ് നല്ലത്. ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ചേട്ടന് പറയാനുള്ളത് പറയാമല്ലോ. അല്ല, എന്ത് സാധനമാണ് നമുക്കിപ്പോൾ ഈ സർക്കാരിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കണത്? ഏത് സാധനം എടുത്ത് പരിശോധിച്ച് ചോദിക്കും. എന്തിലാണ് നമുക്ക് പെൻഷൻ പോലും, പാവങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷൻ പോലും ഈ ഇലക്ഷനായിട്ട് പോലും അത് തീർത്ത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം. 3 മാസത്തെ ഇപ്പോൾ കൊടുത്തു ഇലക്ഷൻ അടുക്കുമ്പോൾ. ഇലക്ഷൻ 7 മാസത്തെ ഉണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ അടുത്തതിൻ്റെ ബേസിലാണ് ഇപ്പോഴും ഇത് കൊടുക്കുന്നത്. എന്തായാലും തന്ത്രങ്ങളാണോ? എല്ലാം ഷുവറല്ല, എല്ലാവർക്കും അറിയാം അത് തന്ത്രങ്ങളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തന്നെ ഈ പെൻഷനൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല, ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ക്ലിഫ് ഹൗസ് പുതുക്കി പണിയാനും പശുവിനിരിക്കാനുള്ള തൊഴുത്തും പിന്നെ സ്വിമ്മിംഗ് പൂള് പണിയാനും മരപ്പട്ടി ഓടിക്കാനും ഇതിനൊക്കെ ഫണ്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടുകയോ കിട്ടായിരിക്കും, അത് നമുക്ക് ബേസിക്കായിട്ട് നമുക്കൊരു അടിത്തറയുണ്ട്. ആ അടിത്തറേനെ ഇവർ, അതായത് കഴിഞ്ഞ ഒരു 50-60 വർഷക്കാലം ഈ 2 പാർട്ടികളും മാറി മാറി ഭരിച്ചിട്ട് 1.5 ലക്ഷം കോടിയേ കടമുണ്ടായിട്ടുള്ളൂ. ഇവരൊരു 10 വർഷം ഭരിച്ചപ്പോഴത്തേക്കും അത് 4.5 ലക്ഷം കോടിയിലേക്ക് എത്തി. അതാണ് ഇവരുടെ ഭരണത്തിൻ്റെ മികവ്. ഞാൻ കൂടുതലായിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പറയേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഓരോ ആൾക്കാർക്കും അറിയാം ഇവരെങ്ങനെയാ ഒരു ചവിട്ടുമെന്ന് ആലോചിച്ച് തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ LDF വരും, എല്ലാം ശരിയാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്യാപ്ഷൻ പോലും അതായിരുന്നു. ഇതൊക്കെ LDFൻ്റെ ഭരണം ഈ എലക്ഷനെ ബാധിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഇലക്ഷൻ MP ഇലക്ഷൻ അല്ല, എന്തായാലും കോൺഗ്രസ് നശിക്കുക എന്നുള്ളതാണ് ഈ 2 പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ഒരു അജണ്ട. സ്വാഭാവികമായിട്ടും CPM മത്സരിക്കുന്നിടത്ത് BJPയുടെ വലിയ ശക്തിയില്ലാത്ത മേഖലകളിൽ അവരൊരു സഹായം CPMന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലഭിച്ചില്ല എങ്കിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 20 സ്ഥലത്തും CPM തോക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇനിയും BJPക്ക് ഇവിടെ ഒരു സീറ്റ് ഉറപ്പല്ലേ? ഷുവറായിട്ടും കിട്ടാൻ യാതൊരു സാധ്യതയില്ല. എന്നാലും തൃശ്ശൂരും ട്രിവാൻഡ്രവും പറയുന്നുണ്ട് കിട്ടാൻ സാധ്യത. ദയവായി കേരളത്തിലെ ജനങ്ങൾ ചാണകത്തിൽ ചവിട്ടാതിരിക്കുക, അത് തന്നെ പറയാനുള്ളൂ. ചെയ്യൂല, ബുദ്ധിയുള്ള ആൾക്കാരാണ്. ഓക്കെ. ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? അടിപൊളി ഭരണം. ഞാൻ പണിയോട്ട് എനിക്ക് ജീവിക്കാൻ പറ്റണില്ല ഇപ്പൊ. നല്ല ഭരണമാണ്, അടിപൊളി ഭരണം. കളസം വരെ കീറിപ്പോയി. കളസം ഇല്ല ഇപ്പ, കളസം വരെ പോയി. അത് മേടിക്കണമെങ്കിൽ അതിനും കാശ് കൊടുത്തിട്ട് അതും കിട്ടണില്ല. പെൻഷൻ കിട്ടാതെ 7 മാസം. പെൻഷൻ ഇലക്ഷൻ എടുക്കുമ്പോ 3 മാസത്തെ കിട്ടിയിട്ടുണ്ട്. അത് എന്തിനാണ്? ആൾക്കാരെ കണ്ണി പൊടിയിടാൻ വേണ്ടി. അല്ല, ജയിക്കണമല്ലോ ഒന്ന്, അതിന് വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അതുമില്ല. ജങ്ങാൻ ജയിച്ചു പോയി കഴിഞ്ഞാൽ അതുമില്ല. ഇലക്ഷൻ എടുക്കുമ്പോൾ ചക്രപ്പുറത്ത് കൈയിട്ട നക്കാത്തവരാരെങ്കിലും ഉണ്ടാ? ഈ പൊതുജനം കഴുതെന്ന് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അപ്പൊ കേരളത്തിലുള്ളവർ തന്നെ കഴുതകളാണെന്നാണ്? കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മൊത്തം കഴുതകളാണ് എന്ന് പറഞ്ഞ ജനങ്ങളുടെ ഇലക്ഷൻ വരുമ്പോഴേക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്. ഞാൻ തേം മേടിച്ചു തരാം, LDF വരും, എല്ലാം ശരിയാക്കുന്നതാണ്. എല്ലാം ശരി. അതാ പറഞ്ഞ എൻ്റെ കളസം വരെ പോയെന്ന്. ഇനി അതിൽ കൂടുതലില്ല. പിന്നെ ഞാൻ എന്തിന് പറയാനാണ്? എൻ്റെ കളസം വരെ പോയി. 7 മാസം സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടിയില്ല. പക്ഷെ അവിടെ ക്ലിഫ് ഹൗസ് പുതുക്കി പണിയാ, പശുവിനിരിക്കാനുള്ള പശുവിനൊക്കെ 40 ലക്ഷം രൂപ ഒരു ബസ് ഉണ്ടാക്കിയിട്ട് ആ ബസ്സിൽ കൂടി ഓടിക്കാൻ 12 ലക്ഷം രൂപ. ഇതൊക്കെ എന്നിട്ട് ആ ബസ് കട്ടപ്പുറത്ത് കയറി കിടക്കുക. ഒരു വിവരം പോലും ഇല്ല. അത് പാറ്റ കീറിയിക്കുക. അപ്പൊ ഇപ്പോഴത്തെ ഭരണം അത്ര പോരാ എന്നാണോ പറയുന്നത്? പണിമോറെ പോലെ പറഞ്ഞു ചേട്ടാ, ഇപ്പോഴത്തെ ഭരണം അത്ര പോരാ എന്നാണോ പറയുന്നത്? നല്ല ഭരണമല്ല, അടിപൊളി ഭരണം. ഇനിയും കയറണം. ഇനിയും കയറി കഴിഞ്ഞാൽ പശ്ചിമ ബംഗാൾ പോലെ പോവും. ഇനി ഈ അടുത്ത പ്രാവശ്യം കയറണം. കയറി കഴിഞ്ഞാൽ പശ്ചിമ ബംഗാൾ പോലെ പോവും. എങ്ങനെ പോകുന്നു കൊച്ചോടം? ഇതിങ്ങനെ മന്ദഗതിയിൽ പോകുന്നു. അതെന്താ അങ്ങനെ? എന്ന് വെച്ചാൽ നാട്ടുകാരുടെ കയ്യിൽ പണമില്ല. കാരണം എന്നാന്നറിയത്തില്ല, സാമ്പത്തിക പ്രതിസന്ധി. ഈ സാധനങ്ങളുടെ വിലക്കയറ്റമൊക്കെ അതിൽ ബാധിക്കുമോ? വിലക്കയറ്റം ബാധിക്കും. നേരത്തെ
ഒരു 100 രൂപയ്ക്ക് മേടിക്കുന്ന സാധനത്തിന് ഇപ്പോൾ ഒരു 140 രൂപ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ അങ്ങ് ഒഴിവാക്കും. അപ്പോൾ അത് കാരണം ലോട്ടറി വിൽപ്പന കുറവാണെന്ന്. കച്ചവടം കുറവാണ്. അപ്പോൾ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കേരള സർക്കാരിൻ്റെ ഭരണത്തെ ഒരു സർക്കാരിനെ പറ്റിയും പറയാനില്ല. കാരണം ഇല്ല, ഇത് തന്നെ കാരണം. ആര് ഭരിച്ചാലും സാധാരണക്കാരനില്ലേ. സാധാരണക്കാർക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ? അതാ പറഞ്ഞ സാധാരണക്കാരൻ്റെ ഗുണമായത് ഇപ്പോൾ ഈ പറഞ്ഞത്. ആര് ഭരിച്ചാലും അവർക്കായിട്ടുള്ള നേട്ടങ്ങളേ ഉള്ളൂ, പാർട്ടി ഏതും ആയിക്കോട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ഈയിടെ കണ്ടോ, മനോരമയുടെയൊക്കെ സർവേ കണ്ടോ, 8% നോട്ടായ. അതായത് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല ജനങ്ങൾക്ക്. ആ 8% വോട്ട് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ വിജയ ശതമാനം ഉറപ്പിക്കാനുള്ള ശതമാനമുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അത്രയും താല്പര്യമുള്ളൂ ഇപ്പോൾ. പിന്നെ നമ്മളാരെങ്കിലും ഒരാൾക്ക് കൂറ് പറഞ്ഞു എന്ന് ചേർത്ത് ഇവരുടെ മുഷിച്ചിട്ട് സമ്പാദിക്കുകയും വേണ്ട. ഇതാകുമ്പം ആരെടുത്ത് എന്തിനും പോവുകയും ചെയ്യാം. ഇപ്പോൾ അത് ആൾക്കാർ പകുതി ഭാഗവും അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളവന് ചെയ്യും. വോട്ടിനോടുള്ള വിശ്വാസമൊക്കെ പോയി. രാഷ്ട്രീയത്തോടുള്ള വിശ്വാസവും പോയി. അതെന്താ? പിന്നെ വല്ല പഞ്ചായത്ത് ഇലക്ഷനോ വല്ലതും ആണെങ്കിൽ അടുത്ത് നിൽക്കുന്നവന് നമുക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആളാണെങ്കിൽ വേണേൽ പോയി രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യും. അതാണ് പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, പാർലമെൻറ്റ് ഇലക്ഷൻ. രാഷ്ട്രീയം മാറി വരുന്നത് എങ്ങനെ? പഞ്ചായത്തിലൊരു മുന്നണിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അസംബ്ലി കിട്ടണമെന്നില്ല, അസംബ്ലി കിട്ടിയെന്ന് പറഞ്ഞ് പാർലമെൻറ്റിൽ കിട്ടണമെന്നില്ല. അതിൻ്റെ വ്യത്യാസം വരുന്ന ഇതാ, വ്യക്തിപരമായിട്ട് വോട്ട് ചെയ്യുന്നുമില്ല. ഇതൊക്കെ മാറണ്ടേ? ഒരു മാറ്റം വേണ്ടേ? ആര് മാറ്റാൻ? അതിനൊക്കെ നല്ലത് നമ്മൾ ചെയ്യുന്ന പണിയും ചെയ്ത് ഒതുങ്ങി കൂടി കഴിഞ്ഞോളൂ. ഇപ്പോഴത്തെ MP-യുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എറണാകുളത്ത്? ഞാനിവിടെയുള്ള ആളല്ല, എന്നിരുന്നാൽ പോലെ ഇന്നലെ ഞാൻ മനോരമയുടെ ഇത് കണ്ടു, വോട്ടുവണ്ടി. അതിനകത്ത് വരുന്ന MP-യെ കാണാനായില്ലെന്ന് കുറേ പേര് പറയുന്നു. അന്നേരം മറ്റേ കക്ഷികൾ പറയുന്നു അതല്ല, ഞങ്ങളിവിടെ ഇതിനൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യാനന്ദ TV ചാനലൊക്കെ കണ്ടിട്ടുണ്ടോ? TV ചാനൽ കണ്ടിട്ടുണ്ടോ? ഇവർ മനോരമയിലൊക്കെ ആണെങ്കിലും ഈ നേരത്തെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പം മറുകക്ഷി പറയുന്നത് നിങ്ങൾ ഭരണത്തിരുന്ന കാലത്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവർ ഭരണത്തിരുന്ന കാലത്ത് ചെയ്യാഞ്ഞുകൊണ്ടല്ലേ മറ്റൊരു കക്ഷിയെ അധികാരത്തിൽ കൊണ്ടിരുന്നത്. അല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു കക്ഷിയും പരിഹാരം പറയുന്നില്ല. അവർ പരസ്പരം കുറ്റപ്പെടുത്താൻ മാത്രമേ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് അവരുടെ താല്പര്യം. പിന്നെ ഇത്രയും നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കില്ലേ, അതാണ് പൊതുജനം അങ്ങനായി 50%. പിന്നെ 50% ആൾക്കാരെ ഉള്ള രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ നടക്കുന്നു. അതല്ലേ ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കൾ എവിടെയെങ്കിലും ചത്തു പൊതിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരുടെയാണ് പോകുന്നത്? കഞ്ഞിക്കില്ലാത്തതുകൊണ്ട് വീട്ടിലേ പോകുന്നു, പഠിക്കാനാണെന്നും പറഞ്ഞ് പോകുന്നു. കൂലിപ്പണി എടുക്കുന്ന അപ്പനും അമ്മയും അത് വിശ്വസിച്ച് വീട്ടിലിരിക്കുന്നു. പോയി രാഷ്ട്രീയവും കളിച്ച് കോളേജ് വിട്ട റാഗിങ്ങാണ് അത്. അതിലും പങ്കെടുത്ത് ഒരു നാളെ തല്ലിക്കൊന്ന് വീട്ടിൽ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടിരുമ്പോഴാണ് അറിയുന്നത്, അപ്പനും അമ്മയും അറിയുന്നത് എൻ്റെ മോൻ ഇതായിരുന്നു പരിപാടി. ഈ കോളേജുകളിലെ രാഷ്ട്രീയമൊക്കെ അതിനെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം? അതിനോട് ഒരു അഭിപ്രായമില്ല. പഠിക്കാൻ പോകും. അപ്പോൾ ഈ കോളേജിലെ രാഷ്ട്രീയമൊക്കെ നിരോധിക്കണ്ടോ? എന്തിന്? രാഷ്ട്രീയം പഠിക്കാനാണോ സ്കൂളിലോ കോളേജിലോ പോകുന്നത്? അല്ലല്ലോ. അതൊരു വ്യക്തിയായി കഴിയുമ്പോൾ അവനവന് തോന്നി. ഇപ്പോൾ AKയുടെ മകൻ പോയില്ലേ BJPയിലേക്ക് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന കാലത്ത് ഇഷ്ടമുള്ള വഴിക്ക് പോകട്ടെ. ഒരാളെ അടിച്ചേൽപ്പിക്കരുത് ഒരു രാഷ്ട്രീയം. താങ്ക് യു സോ മച്ച്. ചേട്ടൻ്റെ പേരെന്താ? കേരള സർക്കാരിൻ്റെ ഭരണോ? കേരള സർക്കാരിൻ്റെ ഭരണം നമ്മൾ ശരിക്കും ഒരിക്കലും നന്നതെന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. ഒരുപാട് പ്രതീക്ഷിച്ചു. ആദ്യത്തെ ഭരണമാണോ നല്ലതുണ്ടായിരുന്നത്? ആദ്യത്തെ ഭരണം കുറേ കൊറോണ ടൈമിലൊക്കെ ഒരുപാട് ഉപകാരങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്തല്ലോ. ഒരുപാട് വരുന്നവർക്ക് ഫസ്റ്റിൽ തന്നെ ഭയങ്കര റൂം കൊടുക്കുന്നു, സൗകര്യങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ഇപ്പം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ല പറയാൻ. ഇപ്പം നമുക്ക് എന്തുള്ള ഒന്നുമില്ല. അവരെന്ത് ചെയ്യുന്നു എന്ന് പോലും അവർക്ക് പോലും അറിയില്ല. ഈ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ്, ഫുഡ് ഇങ്ങനത്തെ സാധനങ്ങളായിട്ട് പോകുന്നുണ്ട്. അവശ്യ സാധനങ്ങൾക്കൊക്കെ വിലക്കയറ്റമാണ്. അത് അനുസരിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടോ? പ്രോഫിറ്റ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷെ കഴിക്കുന്നവർക്ക് നഷ്ടമല്ല. എപ്പോഴും നമ്മൾ വില കൂട്ടി കൊടുത്തിട്ട് അവർക്കെല്ലാം നഷ്ടം വരുന്നുണ്ട്. കഴിക്കാതിരിക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾ സാധനങ്ങളാണ്. അതെ, പക്ഷേ സാധാരണക്കാരൻ്റെ ചായയും കടിയും കഴിക്കാതിരിക്കാൻ പറ്റില്ല ഒരിക്കലും. കാരണം ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒരു വെള്ളം കുടിക്കുക, ചായ കുടിക്കാൻ. ഇപ്പം വില അങ്ങനത്തെ പ്രശ്നമാണ്. അവർക്ക് നഷ്ടമായിരിക്കും, പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ അതങ്ങനെയാണല്ലോ, പണ്ട് തൊട്ട് അങ്ങനെയാണല്ലോ. അതിനൊരു മാറ്റമില്ലല്ലോ. പെൻഷനൊക്കെ കിട്ടിയിട്ടില്ല 7 മാസമായിട്ട്. 3 മാസത്തെ ഇപ്പൊ ഇലക്ഷൻ അടുക്കുമ്പോഴാണ്. അത് എപ്പോഴും അങ്ങനെയാണല്ലോ. കുറേ പെൻഡിങ് വെക്കുമല്ലോ. ഓപ്പണിങ്ങും പാലത്തിൻ്റെ ഉദ്ഘാടനം, ആ ഉദ്ഘാടനം ഈ ഇലക്ഷൻ ടൈമിൽ കുറേ ഫോട്ടോ വെച്ച് പത്രത്തിൽ വരുമല്ലോ. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു, നാളെ ഉദ്ഘാടനം, ഇതൊക്കെ അങ്ങനെ കുറേ വരുമല്ലോ.
അതുപോലെ പെൻഷനൊക്കെ ടാക്ടിക്സ് ആയിട്ട് എടുക്കുന്നു, ഇതൊക്കെ പൊളിറ്റിക്കൽ തന്ത്രങ്ങളല്ലേ, ഉറപ്പല്ലേ അത്? പിന്നെ അത് ഷുവറല്ലേ, ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. കാരണം എല്ലാം മാറ്റിവെക്കുന്ന ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണല്ലോ ഈ ഒരു ഇലക്ഷൻ. ജസ്റ്റ് അവർ ജയിക്കാൻ വേണ്ടി മാത്രം. എല്ലാത്തിനും ഇരകളാകുന്നത് നമ്മളല്ലേ, നമ്മളല്ലേ. ജനങ്ങൾ ഇനി ഒരു മാറ്റി ചിന്തിക്കാൻ ഉണ്ടാകും എന്ന് മാറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എങ്ങനെ ചിന്തിക്കുക? ഒന്നും ഒത്തുപോകാൻ പറ്റത്തില്ലോ. ഏതെങ്കിലും പറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ഒത്തുപോകാൻ പറ്റും. ഇതൊന്നും പറ്റത്തില്ലല്ലോ. ഇനി ആര് വരണമെന്നാണ്? വരണം, ഇനിയിപ്പം UDF ഭരിക്കണം. കാരണം 10 വർഷമായില്ലേ, ഇനി മതി. അപ്പൊ ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ കേരള സർക്കാരിൻ്റെ ഭരണം പറയുന്നത് പോലെ വാക്കു പാലിക്കുന്നില്ല. LDF വരും, എല്ലാം ശരിയാകും എന്നായിരുന്നു ക്യാപ്ഷൻ. അത് ഒരു അർത്ഥത്തിൽ ശരിയാണത്. എങ്ങനെ? നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം എന്നൊരു വാക്കുണ്ട്, അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ശരിയായി, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അതിനൊന്നും യാതൊരു തർക്കവും ഇല്ല. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലാണോ ശരിയായത്? അതോ അല്ല, അവരുടെ കുടുംബാധിപത്യത്തിന് എല്ലാം ശരിയായിട്ടുണ്ട്, ജനങ്ങളെ ശരിയാക്കിയിട്ടുമുണ്ട്. പാർട്ടിയിലുള്ളവർക്ക് ശരിയായിട്ടുണ്ട്, ജനങ്ങളെ ശരിയാക്കും. കുടുംബാധിപത്യത്തിലുള്ളവർക്ക് ശരിയായിട്ടുണ്ട്, ജനങ്ങളെ ശരിയാക്കിയിട്ടുമുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ വാർദ്ധക്യ പെൻഷൻ തന്നെ 1600 രൂപ കൊടുക്കാനായിട്ട് 7 മാസം കുടിശ്ശിക നീണ്ടു നിൽക്കും. അതിലിപ്പോൾ എന്തോ 3 മാസത്തെ കിട്ടിയിട്ടുണ്ട്. ഇലക്ഷൻ അടുക്കുമ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. അത് അടുക്കുമ്പോൾ അത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഇതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഇത് കഴിയുമ്പോൾ പഴയ ശങ്കരൻ തെങ്ങി തന്നെയാകും. ഇത് ഇപ്പോൾ എല്ലാത്തിനും ഏതാണ്ടൊക്കെ സാധനത്തിനും ചിലപ്പോൾ കുറക്കും. ഭരണം കിട്ടി കഴിയുമ്പോൾ ഇതിൽ ഇരട്ടി ഇവിടെ കൂടും. ഇവിടെ ഒരു കാര്യത്തിൽ ഇവർ ശരിയാക്കി ആത്മാർത്ഥത്തോട് വരുന്ന MLA-മാരല്ലേ ഇപ്പം. അപ്പോൾ ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ ഭരണത്തോട് ഒത്തുപോകുന്നില്ല എന്നാണോ പറയുന്നത് ചേട്ടൻ? അത് അതിനൊരപ്പുറമാണ്. ഭരണം ആദ്യത്തെ 5 കൊല്ലം കുഴപ്പമില്ലായിരുന്നു എല്ലാവരുടെ അഭിപ്രായം. അത് പാർട്ടിക്കാരുടെ അഭിപ്രായം അത് തന്നെയാണ്. പിന്നെ രണ്ടാമത് വന്നപ്പോൾ ആകെ ഒത്തുപോകാനെടുത്തെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പഠിപ്പിച്ചെന്ന്. അങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഈ ആവശ്യമില്ലാത്ത എന്തൊരു നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണ്ടമാനം ദൂരത്തടിക്കൽ, ഹെലികോപ്റ്റർ, ഇതൊക്കെ ഇങ്ങനെ കണ്ടമാനം പൈസ ഒക്കെ ചിലവാക്കിക്കൊണ്ടിരുന്നു. എനിക്ക് തന്നെ പെൻഷൻ കിട്ടാറുണ്ട്. ഇപ്പോൾ പെൻഷൻ കിട്ടിയിട്ട് 2 മാസം നില കിട്ടി. പക്ഷെ ഇപ്പൊ 3 മാസത്തെ എന്തോ കിട്ടി എന്നല്ല പറയുന്നത്. ഇലക്ഷൻ അടുക്കുമ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്? അതിനെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം? ഇലക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കൊടുത്ത് കണ്ണിൽ പൊഴിയിടുന്ന മാതിരിയാണ് തോന്നുന്നത്. ഞാൻ ഒരു ഇലക്ഷൻ ജയിക്കാനുള്ള ടാക്ടിക്സ് ആയിട്ട് തോന്നുന്നുണ്ടോ? അത് അങ്ങനെയില്ല, എന്നാലും ചെറുതായിട്ട്. ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? വളരെ മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്താ അങ്ങനെ ഒരു അഭിപ്രായം? പല കാരണങ്ങളുണ്ടല്ലോ. പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുള്ളൂ. മോശം എന്താണ് മോശം എന്ന് പറയുന്നത്. ഒന്നാമത് പിന്നെ പെൻഷൻ കൊടുക്കുമ്പോൾ പൈസ ഇല്ല, ഭയങ്കര ഓക്കെ. ഒരു കുടുംബം ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ തിങ്ങൽ വരും. അതനുസരിച്ച് കുടുംബത്തിന് ചിലവും കുറയ്ക്കണ്ടേ. ആ ചിലവ് കുറയ്ക്കാതെ വീണ്ടും അനാവശ്യ തൂത്ത് ചിലവായിക്കൊള്ളുമ്പോൾ ആ കുടുംബം തകർന്നു പോകും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അതാണ് ഇവിടെ കേരളത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഈ പിണറായി ഭരണം വരുന്നത്. ആദ്യത്തെ ആയിരുന്നോ നല്ലത് അതോ രണ്ടാമത്തേത്? ആദ്യത്തെ. രണ്ടാമത്തെ അത്ര പോരാ എന്നാണോ പറയുന്നത്? അപ്പോൾ ഇപ്പോൾ തന്നെ പെൻഷനൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരുന്നില്ല, ആ കാരണത്താൽ പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നു. ഇതൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു സാധാരണ ജനങ്ങളെ? ഞാൻ ഒരു പെൻഷനറാണെന്ന് വിചാരിച്ചോളൂ. ഞാനൊരു പെൻഷനാണ്. എനിക്ക് പെൻഷൻ കിട്ടില്ലെങ്കിൽ മറ്റു ചിലവുകൾ ഞാൻ കുറയ്ക്കണ്ടേ? ഞാൻ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യമുള്ളേ? അതല്ലല്ലോ, ഇത് കുറ്റം പറയൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ദൂരത്തിൻ്റെ അങ്ങേറ്റ ദൂരത്താണെന്നാണ് എൻ്റെ അഭിപ്രായം. ക്ലിഫ് ഹൗസ് ഒക്കെ പുതുക്കി പണിയുന്നു, സ്വിമ്മിംഗ് പൂള്, തൊഴുത്ത്, മരപ്പട്ടിയെ ഓടിക്കാൻ വേറെ കാശ്, 12 ലക്ഷം രൂപ മരപ്പട്ടി ഓടിക്കാനായിട്ട്. അതൊക്കെ ദൂരത്ത് തന്നെയാണ്. ഇതൊക്കെ സാധാരണ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ വെറുക്കുന്ന രീതിയിലാണ് നോക്കിയാണ് എനിക്കറിയാവുന്ന ആൾക്കാർ. ഇപ്പോഴത്തെ പാർട്ടിയുടെ മെമ്പർമാരൊക്കെ തന്നെ എതിർപ്പുണ്ട്, നല്ല എതിർപ്പുണ്ട്. CPM മെമ്പർമാർ തന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എതിർപ്പ്, അവർക്ക് എതിർപ്പുണ്ട് ഈ കാര്യത്തിൽ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തെ ഭരണ മോശം കൊണ്ട്. ഇടതുപക്ഷത്തിന് ഭരണം മോശം വേറെ ഉണ്ടല്ലോ. കരിമണ്ണിൽ കടത്തുന്ന ഞങ്ങൾ കടപ്പുറത്താണ് താമസിക്കുന്നത്. കടപ്പുറത്ത് കടലിൽ കയറി വരികയെ കരിമണ്ണിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണ്ണിലേക്ക് കൊണ്ടുപോയി. ഈ KC-ക്കെതിരെ ഇപ്പോൾ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഈ KC-ക്കെതിരെ കരിമണലിൽ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഇപ്പൊ ഭരിക്കുന്നത് കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷമല്ലേ? അതെ, അവരനുവാദം കൊടുത്തില്ല എടുക്കുക. പേപ്പർ കമ്പനിയല്ലേ ഉള്ളൂ വീണയ്ക്ക്. അല്ല, അനുവാദം പേപ്പർ കമ്പനിക്ക് എന്തിനാണ് പിന്നെ കരിമണൽ? അപ്പോൾ അതെന്തിനാ കമ്മീഷൻ വാങ്ങിച്ചത്? ഇതൊക്കെ ജനങ്ങളെ പേപ്പറിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഞങ്ങൾ കാണുകയാണ്. ഞാൻ അരുവാചുറ്റി കക്ഷത്തിൽ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഈ നിമിഷം വരെ അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട്.
കമ്മ്യൂണിസ്റ്റുകാരനാണ്. പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരൻ മെമ്പറായിരുന്നു. പാർട്ടി മെമ്പറായിരുന്നു. ചെയ്തില്ല. ഇനി ചെയ്യില്ല. അത്ര വെറുത്തു പോയി. ഇപ്രാവശ്യം ചെയ്തില്ല. അത്ര വെറുത്തു പോയി. അതുപോലെ സ്വർണം കടത്തും കരിമണലും എല്ലാം കൂടെ കിഴക്കുവശമുള്ള ആൾക്കാരെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് കരിമണൽ കടത്തുന്നു. കടലിൽ കയറി പോകുന്നു, കൊണ്ടുവന്ന് കല്ലിടും. വല്ല പ്രയോജനമുണ്ട്? ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടോ? ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവർ കാശിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗ പ്രസ്ഥാനം പറഞ്ഞിട്ട് ചെയ്യേ എന്താ കാര്യം? മുമ്പത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് ഇപ്പോഴത്തെ. അല്ല, തൊഴിലാളി വർഗത്തിന്റെ പരിപ്പൂടയും ചായയൊക്കെ മാറി. അതൊക്കെ മാറി. വിദേശി പിടിയും മട്ടൻ ചാപ്സും കട്ടൻ ചായ കുടിച്ച് പോലീസിനെ പേടിച്ചിരുന്ന സമയം മാറി. ഇപ്പൊ കോടാനുകൂടി ഉണ്ട് എല്ലാവർക്കും. കോടാനുകൂടി ആർക്കുണ്ട്? അവർക്കുണ്ട്, നമുക്കില്ലല്ലോ. നമുക്ക് ഇപ്പോഴും കണ്ടില്ലേ ഞങ്ങള് കട്ടപ്പടി വെയിലത്ത് കിടന്ന് പന്തലടി. ഇനി ചെയ്യില്ല. ഇപ്രാവശ്യത്തെ വോട്ട് എന്തായാലും ഭരണത്തിനെതിരെയുള്ള നല്ല രീതിയിൽ ഭരിക്കുമ്പോ പിന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും. ഓക്കെ. പാർട്ടിയോടല്ല വിരോധം, പിണറായി വിജയനോടാണ്. പിണറായി വിജയനോടല്ല, ചെയ്യുവനോടാണ്. ഒരു വ്യക്തിയോടല്ല വിരോധം, ചെയ്യുവന പ്രവൃത്തിയോടൊരു വിരോധം. പ്രവർത്തനങ്ങളോടാണ്. പ്രസ്ഥാനത്തോട് കൂറ, പ്രസ്ഥാനത്തിനോട് കൂറ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂറ. കമ്മ്യൂണിസം എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കമ്മ്യൂണിസം ചങ്ക് തന്നെയാണ്. പ്രവർത്തനം മോശം. എല്ലാവരും അവനവനിഷ്ടമായി പോയി. ഓക്കെ. അമ്മമ്മ അത് തന്നെ കമ്മ്യൂണിസ്റ്റിന് വോട്ടില്ല. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റാത്ത എന്താണ് പറ. എന്നത് പറ്റാനാണ് മകനെ. മനുഷ്യൻ ഞാൻ ചോദിക്കട്ടെ പൊന്നുമകളെ, വേല എടുത്താൽ ഞങ്ങൾക്ക് ജീവിക്കാം. അല്ലാണ്ട് ഞങ്ങൾ ആർക്കൂടെ ചെന്ന് ചോദിക്കാനോ? 83 ഇപ്പഴും വേല എടുക്കണം. അപ്പോഴെന്താണ് പെൻഷൻ ഇല്ലേ? അപ്പൊ നമുക്ക് പെൻഷൻ കിട്ടിയിട്ട് 50 രൂപ വെച്ച് എന്നെ ചെയ്യും അവിടെ. ഒരു ചായ കുടിക്കാൻ മുറുക്കാൻ വേണം ഞങ്ങൾക്ക് 100 രൂപക്ക്. 100 രൂപക്ക് വെച്ച മുറുക്കാൻ വേണം. 50 രൂപ പോലും ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? 83 വയസ്സിൽ എന്ത് ജോലിക്ക് അമ്മ? നമ്മൾ മീൻ പണിക്ക് മീൻ കച്ചവടം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശർക്കര കിട്ടുന്നുണ്ട്, വേറെ ഒന്നും കിട്ടുന്നില്ല. മാറുമാന ശർക്കര വർത്താനാണോ? എന്തെങ്കിലുമൊക്കെ പറയുമ്പോ മുത്തേ സത്യം പറയൂ. ആ ശർക്കര കിട്ടുന്നു, ഉണ്ട ഉരുട്ടി കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ അവിടെയും ചെന്ന് ചെല്ലണം. ചെന്നില്ല ശരിയാകുകയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഈ പ്രായം വരെ നടന്ന് വേലെടുത്ത് തന്നെ ശർക്കരക്കകത്തുനിന്ന് വല്ല കിട്ടുമെങ്കിൽ ഞങ്ങൾ ഈ പാടുപെടുന്ന 2 കിലോ അരി തന്നെങ്കിൽ മതിയായിരുന്നു. 2 കിലോ അരി തന്നെങ്കിൽ മതിയായിരുന്നു ഞങ്ങൾക്ക്. അതൊന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ വേലെടുത്താൽ ഞങ്ങൾക്ക് തിന്നാൻ. ചെയ്യുന്നത് ഇതുപോലുള്ള തള്ളമാര് വേലെടുക്കുന്ന കാശ് ഉൾപ്പെടെ കട്ട തന്നെയാണ് നാറികള്. ആണോ? എന്തിനിങ്ങനെ ഒരു ഭരണം? ഞങ്ങളെ ഉപദ്രവിക്കാതെന്ന് പറ. ഒന്നും തന്നില്ലും കുഴപ്പമില്ല. ആ റേഷൻ കടയിൽ അരിക്ക് നമ്മൾ ചെന്നേറ്റും 2 കിലോ അരി കുഞ്ഞേടാ ഇത് കിട്ടിയിട്ടാണ് തിളപ്പിച്ച് മനുഷ്യൻ കുടിക്കണം. ഇപ്പൊ കടപ്പുറ വേണേ പൂട്ടി പിന്നെ നമുക്ക് എവിടുന്ന് കിട്ടിയിട്ട് നമ്മൾ ജീവിക്കാനാ? കിഴക്കുവശത്തിരിക്കുന്ന സാറന്മാരും മന്ത്രിമാരും ഒന്നും തരികയല്ല നമുക്ക്. നമ്മുടെ അവര് തിന്നണത് ഞങ്ങള് ഈ മത്സ്യത്തൊഴിലാളി കഷ്ടപ്പെടുന്ന കാശാണ് അവര് മുൻതണത്. ഞങ്ങളെ ഇടിച്ചാലും ചെല്ലുന്നു പറയണ പാട്ടി ഞാൻ പറയും, എവിടെയും പറയും, കയറിപ്പറയും കാര്യം. ഞങ്ങളെ കൊണ്ട് മനുഷ്യ വീട്ടിൽ പോയി ഞങ്ങളിരിക്കുന്ന മാർക്കറ്റ് അടക്കാൻ പോണെന്ന് പറഞ്ഞ് അടക്കാൻ വരട്ട് ഞങ്ങളുടെ പെരടി അറുത്താൽ പോവുകയല്ലോ. പെരടി അറുത്ത എൻ്റെ മകൻ ചെന്ന് കാര്യങ്ങളൊക്കെ പറ. എൻ്റെ പൊന്നു മകൻ ചെന്ന് കാര്യങ്ങളൊക്കെ പറ. ഈ ഒരു കിഴവി പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത് മുഴുവനും ഇതിനകത്ത് കാണും. അതെന്റെ മക്കൾ ചെന്ന് പറ. ലോകം മുഴുവനും കാണും. അതാണ് പറയുന്നത്. മക്കളെ ഞങ്ങൾ വേലയെടുത്തിട്ട് ഞങ്ങൾക്ക് വേലയെടുത്ത് തിന്നാൻ 10 രൂപ കിട്ടാൻ നിവർത്തിയില്ല. സത്യം പറയാൻ ഈ കഷ്ടപ്പാടിൻ്റെ പാടുപെട്ട് ഞങ്ങൾ ബ്ലേഡിനൊക്കെ മേടിച്ച് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ 10 രൂപ കിട്ടുന്നില്ല. ഞങ്ങൾ ആജാദിലെ കഷ്ടപ്പാട് പൊടിയാണ് കിടന്നുണ്ട്. അറിയാവോ? പിണറായി വിജയനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി നിർത്തി തരാം. എന്താ പറയാനുള്ളത്? എന്ത് പറയാനാ? ഇങ്ങോട്ട് കൊണ്ടുപോയി ഞങ്ങൾ പറയാം. ഞാൻ പറയും ഏത് മന്ത്രി കിടിക്കാനും കാര്യം ഞാൻ പറയും. മന്ത്രിമാര് വല്ലതും തിന്നുമ്പോൾ ഞങ്ങളെ ഒന്ന് ഗവനീര് വല്ല മത്തം കപ്പെങ്കിലും മേടിക്കാൻ 2 രൂപ അതുമില്ല. പിന്നെ ഞങ്ങളെന്ത് ചെയ്യും?
ഇപ്പം ഞാൻ ചോദിക്കട്ടെ പൊന്നുമകള്, നിങ്ങൾ നല്ല ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വരെ മത്തങ്ങാപ്പെങ്കിലും മേടിച്ച് പുഴുങ്ങി തിന്നിട്ടൊന്നും ഒന്ന് കണക്കാക്കാൻ പാടില്ല. കണക്കാക്കാൻ പാടില്ല പൊന്നുമകള്. ഞങ്ങൾ ഈ ജോലി എടുക്കണ നിങ്ങളിൽ ബെറ്ററായ സാധനം തിന്നും. നിങ്ങളിൽ ബെറ്ററായ സാധനം ഞങ്ങൾ ഈ ജോലി ചെയ്താൽ തിന്നും. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ 16 വർഷം പണിയും ഇല്ല, ജോലിയും ഇല്ല. ഞങ്ങൾ കഷ്ടപ്പാടിൻ്റെ മുദ്ര കെട്ടിയ നമ്മളാണ് രാജാക്കന്മാർ, അവര് നമ്മുടെ പ്രജകൾ മാത്രമാണ് ഈ മന്ത്രിമാരൊക്കെ. നമ്മൾ വയലെടുക്കുന്ന വെച്ചിട്ടല്ലേ അവർക്ക് കൊടുക്കുന്നത്. ആണ്. അപ്പൊ നമ്മള് തന്നെ അവരൊന്ന് ചിന്തിക്കണ്ടേ, അവരൊന്ന് ചിന്തിക്കണ്ടേ. ഈ ഷാപ്പ് തുറന്നു കൊണ്ടോ വലിയ കുപ്പിക്ക് കാശ് കൊണ്ടേ കൊടുക്കുകയാണ്. വീട്ടിൽ കഞ്ഞി വെച്ചില്ലെങ്കിലും കൊച്ചുക പട്ടണി എടുത്താലും കുഴപ്പമില്ല, വലിയ കുപ്പിക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. അതും 4 പേരും കൂടെ ഇരുന്ന് ഒഴിച്ച് അത് അടിച്ച് തീരുമ്പോൾ കാര്യം തീർന്നു. പിന്നെ 550 രൂപ പിന്നെ ഉണ്ടാക്കി എടുക്കണം. ആ ഒരു കുപ്പി തീരുമ്പോൾ ലഹരി കയറിയ പിന്നെ ഒരു കുപ്പി എങ്ങനെയെങ്കിലും മേടിക്കണം. എന്നിട്ട് പെണ്ണുങ്ങളെ 2 ഇടിച്ച് പെണ്ണുങ്ങളെ 2 തൊഴിച്ച് അത് വേണ്ട. അതൊന്നും നിർത്തലാക്കാൻ പറ. എന്റെ പൊന്നുമാന് അമ്മ ഭക്ഷണം കഴിക്കാം. അമ്മക്ക് എന്താ മക്കൾക്ക് ചായ വേണം. ഇല്ല വേണ്ട വേണ്ട, ഞങ്ങൾ കുടിച്ചു. അമ്മക്ക് എന്താ വേണ്ടത്? ഞാനിപ്പോ അമ്മക്ക് എന്താ വേണ്ടത്? അമ്മക്ക് പൊറോട്ട കൊടുക്ക്. എന്റെ മകളെ ഞാൻ എനിക്ക് പൊറോട്ട വേണം, അരക്കഷ്ണം പുട്ട് തന്നാ മതി മോനെ. എന്തേലാണ് മക്കളെ, ഞങ്ങളൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞാല് ഈ ജോലി കൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കണം. അറിയാവോ? ഗുളികയൊക്കെ മേടിച്ച് കഴിച്ച് തിന്നും നടക്കണതെന്താണ്? അപ്പം ചോദിക്കും മക്കളില്ല. എനിക്ക് 7 മക്കളുണ്ട്. എനിക്ക് മക്കളില്ലാതെ ഇല്ല, മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ട്. എൻ്റെ മകളെപ്പോലെ 4 പെൺമക്കളുണ്ട് എനിക്ക്. 4 പെൺമക്കളുണ്ട്, 3 ആൺമക്കളുണ്ട് എനിക്ക്. അവർ പറയും വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഞാൻ രോഗിയായി പോയാൽ അവരെന്ത് ചെയ്യും? പിന്നെ വലിച്ചെറിയല്ലേ. അപ്പം അത് വേണ്ട, ഇങ്ങനെ നടക്കും. അവർക്ക് മക്കൾക്കും കൊടുക്കും, ഞാൻ നടക്കുകയും ചെയ്യും. അമ്മയ്ക്കുള്ള പുട്ട് തന്നെ അമ്മ കഴിച്ചോ? എന്റെ മക്കളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ തീരദേശത്തെക്കുറിച്ച്, കടലോരവാസികളാണ് ഞങ്ങൾ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ. അവര് പ്രായമായവരുടെ എല്ലാവരുടെയും ഒരു വികാരങ്ങൾ കണ്ടില്ലേ? അതെന്താണെന്നറിയാവോ? ജനത്തിനോട്, ഇന്ന് തീരദേശ ജനത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന, അതാണ് ജനം ഇത്രയും വികാരം ഭരിതരാകുന്നത്. ഈ കടലെന്ന് പറയുന്ന ഒരിക്കലും കടൽ സ്വയമേ കയറി ഒരു വീട് നശിപ്പിക്കത്തില്ല. കടലിനെ കൊണ്ട് കരയടിപ്പിക്കുകയാണ്. അതായത് കടൽ ഒരു പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു ഭാഗമാണല്ലോ. അപ്പോൾ ആ കടലിനെ മനസ്സിലാക്കാതെ തോട്ടപ്പള്ളി പോലുള്ള കരിമണൽ കേന്ദ്രങ്ങളിൽ നിന്ന് മണൽ ഡ്രഡ്ജ് ചെയ്ത് ആ കവടം കുഴിയാക്കി മണ്ണ് ധാരാളം ലോഡ് മണ്ണിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഇതൊന്നും ആൾക്കാർ അറിയുന്നില്ലെന്നും ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ വിചാരം. ആൾക്കാർക്ക് ഇതെല്ലാം അറിയാം, നിവൃത്തിയോട് കൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ മണ്ണ് അവിടെ കുഴിയെടുത്ത് ഇങ്ങനെ മണ്ണ് ഡ്രഡ്ജ് ചെയ്യുമ്പോൾ അതിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് കരയെ കടലെടുത്ത് ആ കുഴി നികത്താൻ നോക്കും. പ്രകൃതി ഒരിക്കലും കുഴി ഇട്ടേക്കത്തില്ല, കടലൊരിക്കലും കുഴി ഇട്ടേക്കത്തില്ല. അപ്പം അവിടുന്ന് കുഴിച്ച് മണ്ണെടുക്കുമ്പോഴത്തേന് വടക്ക് ഭാഗത്ത് നിന്ന് മണ്ണ് കൂടുതലായിട്ട് അങ്ങോട്ട് കടലെടുത്ത് ആ കുഴിയെ നികത്തിക്കൊണ്ടിരിക്കും. അവരവിടുന്ന് കുഴിച്ച് മണ്ണെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് കടൽ കയറി തീരദേശം മൊത്തം നശിക്കും. അല്ല, തീരദേശം കടൽ കയറി നശിക്കുകയല്ല, കടലിനെ കൊണ്ട് കേട്ടിപ്പിച്ച് നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇപ്പം നമ്മൾ കാണുന്നില്ല, അമ്പലപ്പുഴ, നീർക്കുന്നം, കാക്കാഴം, പുന്നപ്ര ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ കടൽ കയറുന്നത് ഒരു 20 വർഷമായിട്ടാണ് കടൽ കയറ്റം വരുന്നത്. ഏക്കർ കണക്കിന് മണ്ണ് അമ്പലപ്പുഴയും മലഞ്ഞവഴിയിലും പറവൂരും പുന്നപ്രയും ഒക്കെ കടലോരത്ത് സീവാളിന് പഠിച്ച വർഷം ഉണ്ടായതാണ്. അപ്പം ആ മണ്ണെല്ലാം ഇപ്പം എവിടെ ചെന്ന്? കുത്തക മുതലാളിമാരുടെ കൈകളിൽ ചെന്ന്. അപ്പോൾ അവിടുന്ന് അവിടുന്ന് കുഴിച്ചെടുത്തതുപോലെ കടൽ ഇവിടുന്ന് മാന്തി ആ കുഴി നികത്തിയ. അപ്പോൾ അവരാവശ്യം യഥേഷ്ടം എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് പോവും. കാര്യം അവർ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ ഈ തീരദേശത്തെ ഉള്ള ജനത്തിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അത് വലിയൊരു കഷ്ടമാണ്. പാവങ്ങളല്ലേ ഒന്നിലും. പ്രത്യേകിച്ച് പുന്നപ്ര എന്ന് പറഞ്ഞ പ്രദേശമാണിത്. പുന്നപ്ര വയലാറിൻ്റെ ഒരു പ്രദേശമാണ്. ഈ പുന്നപ്ര വയലാർ നടന്ന ഈ പ്രദേശത്ത് പോലും ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടുന്ന ഒരു സംരക്ഷണം കിട്ടിയിട്ടില്ല. ഒരു ഫിഷിംഗ് ഹാർബറും തങ്ങി നിന്ന് മത്സ്യം പിടിക്കാവുന്ന ഒരു തീരദേശത്തിൻ്റെ കാര്യം പറഞ്ഞ ഒരു സാഹചര്യമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവ സ്ഥലമാണ്. ഇന്നേ വരെ ഇവിടെ മത്സ്യത്തൊഴിലാളികളാണ് ഇതിൻ്റെ തുടക്കക്കാർ. എന്നാൽ അവിടെ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്രീകരിച്ച് നിന്ന് പണിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാർബറോ അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളോ ഒന്നുമില്ല.
ഞങ്ങളുടെ നേരെ കിഴക്ക് വശമാണ്. ഒരു 1 കിലോമീറ്റർ പോലും അകലമില്ല മുഖ്യമന്ത്രിയുടെ വീട് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ജന്മദേശമാണ്. ഈ പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾ ഇത്രയും അപകടം കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ആര് വന്നാൽ അതിനൊരു മാറ്റം ഉണ്ടാവും അത് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ജനസമൂഹം. ചേട്ടൻ മനസ്സിലാക്കിയെടുത്തോളം ഇനി ആര് വന്നാൽ ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇവിടെയുള്ള ജനം. മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ കൂടി ആരും കാര്യം അറിയാൻ വയ്യാത്തവരൊന്നുമല്ല. എല്ലാവർക്കും കാര്യപ്രാപ്തിയുള്ളവർ തന്നെയാണ്. ഇവിടം ഒരു ഹാർബർ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ വള്ളവും വരയുമായിട്ടൊന്നും തോട്ടപ്പള്ളിയിലോ അല്ലെങ്കിൽ കായംകുളത്തോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ വിഴിഞ്ഞത്തോ കൊച്ചിയിലോ ഒന്നും പോകണ്ട. ഈ പ്രദേശത്ത് തന്നെ ഇവിടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും അത്യന്താപേക്ഷിതം അതാണല്ലോ. അതായത് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് തങ്ങി നിന്ന് അവൻ്റെ തൊഴിലുപകരണങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജോലിക്ക് പോവുക, അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അധ്വാനിച്ച് ജീവിക്കാൻ താല്പര്യരാണ് എല്ലാവരും. അതാണ് നമുക്ക് പറയാനുള്ളത്. നിലവിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിൽ ചേച്ചി തൃപ്തിയാണോ? അയ്യോ, ഞാൻ തൃപ്തയല്ല മകനെ. അതെന്താ അങ്ങനെ പറയണത്? അങ്ങനെ പറയണത് എന്തോരം ഇപ്പം ദാരിദ്ര്യം അനുഭവിക്കണത് പോലെ ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ല. ഇപ്പം നാട്ടിൽ പണിയില്ല, സാധനങ്ങൾക്ക് അടിക്കടിക്ക് വില കയറിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഏതുകൊണ്ടും ഒരു സ്വസ്ഥതയില്ലാത്ത പൂർത്തിയാണ്. ഇതുപോലെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല ഒരു എൻ്റെ ഓർമ്മയിൽ. ഇനി ഒരു വട്ടം കൂടി കൊടുക്കാൻ താല്പര്യമുണ്ടോ ഭരണം? ദൈവം എൻ്റെ ചരുവത്തേന്ന് എടുത്തോണ്ട് വന്ന കടലാസ് ഒരു വട്ടം കൂടിയാ. എൻ്റെ പൊന്നുമകനെ, എനിക്കാണ് ഒരു താല്പര്യവും ഇല്ല. പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായം ഇത് തന്നെയാണ്. അത് തന്നെ ആയിരിക്കുള്ളൂ. കാരണം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണതല്ലേ. ചകിരിപിരി ഉണ്ടായ നാടാണ് അത്. ചകിരിപിരിയില്ല, ചെമ്മീത്തിൻ്റെ പുറകെ ഓടി നടന്ന് പെണ്ണുങ്ങൾ ചെമ്മീനും ഇല്ല, ചകിരിയില്ല, അതൊക്കെ കിടന്ന് കഷ്ടപ്പാട് അനുഭവിക്കുകയാണ് എല്ലാ രാജ്യത്തും. എല്ലായിടത്തും ബാഗും തോളെ തൂക്കി പെൺപിള്ളേരൊക്കെ ഓടിയാണ്. ഓരോ വീട്ടിൽ പാത്രം കഴുകാനും അടിച്ചു കഴുകാനും ഒക്കെ പോവുകയും വീട്ടിൽ നിന്ന് ചെയ്യാൻ പണിയൊന്നുമില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കണ സംഭവം. വളരെ വളരെ കഷ്ടപ്പാടാണ്. നിങ്ങളവിടെയൊക്കെ ചോദ്യം ഇല്ലെങ്കിൽ ചേട്ടാ, ഇപ്പോഴത്തെ ഭരണത്തിൽ ചേട്ടൻ തൃപ്തനാണോ? പറയാൻ പറ്റിയില്ല. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഗതികേട് ഭരണമാണിത്. പക്ഷെ എനിക്ക് ആകെ കിടന്ന് ബലയാണ് ഈ ഭരണം കയറിയിട്ട്. സാധനത്തിലൊക്കെ എല്ലാ വിലയും നാട്ടിലൊന്നും ചെയ്യണില്ല. ഒരു മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബുദ്ധിമുട്ടെന്ന് ചേട്ടൻ? ഇപ്പോൾ ഉദ്ദേശിച്ചാൽ നമുക്ക് മണ്ണെണ്ണ പ്രമറ്റിൻ്റെ അതേ ഒരു സാധനമൊന്നുമില്ല. തീരെ മത്സ്യത്തൊഴിലാളികളെ തിരിഞ്ഞു നോക്കൊന്നുമില്ല ഈ സർക്കാർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒട്ടും സഹായം എത്തുന്നില്ലേ? ഇപ്പൊ ചെല്ലാനം ഭാഗത്തൊക്കെ കുറച്ച് വികസനം വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണോ? ആലപ്പുഴ കുറച്ച് വെള്ളം വരും ഇലക്ഷൻ ആകുമ്പോൾ, അല്ലാണ്ട് തിരിഞ്ഞു നോക്കില്ല ആരും. ഒരു പാർട്ടിക്കാരും തിരിഞ്ഞു നോക്കില്ല. ഇലക്ഷൻ മുന്നിൽ കണ്ട് ചെയ്യുന്നതാണെന്നാണോ? അതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയൊരു ഭരണം കൊടുക്കാനായിട്ട് ചേട്ടന് താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമില്ല, ജനങ്ങൾക്കും താല്പര്യമില്ല. നാട് ദൂരം പറഞ്ഞത് വേറെ പറഞ്ഞ അഴിച്ചു പണിയും. ഇനിയിപ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ? ഇനിയൊരു ഭരണമാറ്റത്തിലാണോ പ്രതീക്ഷ? പ്രതീക്ഷ ഭരണമാറ്റത്തില്ല. പ്രതീക്ഷ നമുക്ക് കിട്ടാൻ. നിലവിലെ ഭരണത്തിൽ അസ്വസ്ഥനാണ്. ചേട്ടാ, ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ച് ചേട്ടൻ എന്താ അഭിപ്രായം? പൊന്നു സഹോദരൻ, അയാളൊന്ന് മാറ്റി തരാൻ നോക്കുക. ഇതിൽ നിന്നൊന്ന് മാറ്റി തന്നെ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ട്. അയാൾ ഭരിക്കാൻ കേട്ട് എന്തായി നടന്നേക്കണത്? ഈ പാവപ്പെട്ടവരെ പിഴിയല്ലേ അയാൾ? സത്യം പറ, നിങ്ങൾ തന്നെ പറ, പാവപ്പെട്ടവരെ പിഴിയല്ലേ? കോൺഗ്രസ്സുകാർ ഭരിച്ച സമയത്ത് എന്തായിരുന്നു? അരിക്ക് വില അല്ലെങ്കിൽ എണ്ണയ്ക്ക് വില. ഇത് മത്സ്യത്തൊഴിലാളികളെ കൊന്ന് തിന്നെയാണ് ഇപ്പം. എന്നിട്ട് ഞങ്ങൾ ഭരിക്കാൻ കഴിയാം. പുറകെ പറഞ്ഞു ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അയാൾ പറഞ്ഞത് എന്തെന്ന്? ഞങ്ങൾ ഉണ്ടെന്നാ പുറകെ. എന്തെന്നാ പറഞ്ഞത്? പുറകെ വരാമെന്ന. എന്തിനു ഞാൻ ഈ ഭരണം ഭരിക്കാൻ കയറിയിരിക്കണം എന്ന് ചോദിക്കും. നാട്ടിൽ കൊലയും എന്തുമാത്രം ചെറുപ്പക്കാർ പിള്ളേരെക്കാരെ കുത്തിക്കൊന്ന്, അല്ലെങ്കിൽ ബൈക്കിന് വന്നിട്ട് എത്ര പേര് വെട്ടിക്കൊന്ന് ഈ കണ്ണൂരും കോഴിക്കോടും ഒക്കെ. ഇതൊക്കെ ഏത് മന്ത്രി ഭരിച്ചപ്പോൾ നടന്ന സംഭവമാണ്? വല്ല മന്ത്രിമാരെയും ഭരിച്ചപ്പോൾ യാതൊരു സംഭവം ഉണ്ടായ പറ? ഉണ്ടായിട്ട് എന്തുമാത്രം കൊല നടന്ന് അങ്ങനെ ഭരിച്ചിട്ട്, ഈ പിണറായി വിജയൻ സാറ് ഭരിച്ചിട്ട് എന്തുമാത്രം കൊല നടന്ന്, അതുവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിരപരാധികളെ വെട്ടിക്കൊന്നേക്ക്. ചെറിയ പറയാവുള്ളൂ. ഞാൻ തീരദേശ മേഖലയിലുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തോന്നുന്നുണ്ടോ? ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. എണ്ണയ്ക്ക് വില കൂടി, വലക്ക് വില കൂടി, വള്ളത്തിന് വില കൂടി, എല്ലാത്തിനും വില കൂടിയേക്കും. അത് ഞങ്ങൾ ഉണ്ടാക്കി തന്നെ ഒരു ആർബറായിക്കാണ്. എറണാകുളം ജില്ലയിലെ ഒരു ആർബറായിക്കാണ്. കുളമല്ലേ ഇത്? ആർബറാണോ ഇത്? കുളം കാണിച്ചോളൂ. ഇത് കുളം, ഇത് കുളമാണ്, ആർബറല്ലേ ഇത്. ഇത്രയും വള്ളക്കാർ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണിത്. ഒരു വള്ളം കെട്ടാൻ സ്ഥലമില്ല ഇവിടെ. ഒരു വള്ളം കെട്ടിടാൻ സ്ഥലമില്ല ഇവിടെ.
എന്നിട്ടും ഞങ്ങൾ ഇട്ട് തന്നില്ല, ഞങ്ങൾ തന്നില്ല, മേടിച്ചില്ല എന്നാണ് പറയണത്. എന്ത് തന്നില്ലെന്ന് ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ട് തന്നെ അല്ലേ ഇത് ജനങ്ങളെ പിഴിഞ്ഞ് മാത്രം ഉണ്ടാക്കുന്ന സംഭവമാണിത്, അല്ലാതെ വേറെ സംഗതിയൊന്നും അല്ല ഇത്. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ജനങ്ങൾ പറയട്ടെ ഇത് വെളുപ്പിനെ 3 മണിക്കും 4 മണിക്കും ഞങ്ങൾ കടലിൽ പോയിട്ട് ഈ നേരത്തെ കര വന്നത്. ഈ എണ്ണയുടെ വിലക്ക് എങ്ങനെ സാധിക്കും നിങ്ങൾ തന്നെ പറ. 10,000 2,000 രൂപ ആയിട്ട് ഒന്നും ആകില്ല. അരിക്കാണെങ്കിൽ 56 രൂപ കിലോ, അരിക്ക് 56 രൂപ കിലോ, അരിയുടെ വില 56 രൂപ. പിന്നെ ഇനി എന്ത് കേൾക്കണം മണി? ഈ സപ്ലൈക്കോയിൽ നിന്നൊക്കെ അവശ്യ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടാനില്ല. അവിടെ ചെല്ലുമ്പോൾ പറയും നിങ്ങൾക്ക് നേരത്തെ വരാൻ പറയാം, തീർന്നു പോയെന്ന് പറയും. അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ മാസറ്റ് പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. ഈ മാവേലി സ്റ്റോറിൽ കിടക്കുന്ന സംഭവം അതാണ്. ചെല്ലാനും മാവേലി സ്റ്റോറിൽ കിടക്കുന്ന സംഭവം അരി വരുമ്പോൾ പറയും അവരെ വിളിപ്പിക്കും, വന്ന് മേടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഇവിടെ ഒരു ആസ്പത്രി ഉണ്ട് മോനെ. ഇവിടെ ഒരു മനുഷ്യരെ അറ്റാക്ക് വന്ന് കൊണ്ടുകൊണ്ട് പോകണ ആസ്പത്രിയാണത്. അതിപ്പോൾ നിർത്തി വെച്ചിട്ട് 1 കൊല്ലമാകാൻ പോകും. ഇതൊക്കെ ആരുടെ ഭരണകാലത്തുണ്ടാകുന്നത്? നമുക്ക് കണ്ടക്കട ഒരു ആസ്പത്രി ഉണ്ടായി, അത് പാളയെ തീർന്നു പോയി. ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് പറയല്ലേ, ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്? അതായത് എന്താ ചെയ്യേണ്ടത് പറ. ഇപ്പം 30 കിലോമീറ്റർ അപ്പുറം പോയാലേ ഒരു നല്ല ചികിത്സ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതാണ് പറഞ്ഞാൽ ഇവിടെ നാളെയുമായിട്ട് പോയിട്ട് ഒരു 2 മാസത്തിന് മുമ്പ് ഈ കടക്കാരൻ ഒരു വള്ളം കെട്ടാൻ വേണ്ടി കയറി ഒരു വള്ളത്തിലായിട്ട് അയാൾ 2 വള്ളക്കള്ളി വീണ് അയാളെ ഓടിച്ചെന്ന് പൊക്കിയെടുത്ത ആളുക അയാളെയുമായിട്ട് തുറവൂര് വരെ പോയി. അത് ഈ ആസ്പത്രി ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അയാൾ നേരെ നിൽക്കും. തുറവൂര് ചെന്നപ്പോൾ ആൾ മരിച്ചു. ഒരു ചെറുപ്പക്കാരൻ അങ്ങനെയൊക്കെ നടന്നപ്പോൾ എനിക്ക് എന്ത് പറഞ്ഞത്? ഇത് ഒരു ആസ്പത്രി ഉള്ള പോരെ മതി. ഇവിടെ വേറെ കാര്യം എന്തിനു പറയണത്? നമുക്ക് എന്തൊരു നല്ല ആസ്പത്രിയാണ്. 2 ഡോക്ടർമാരത് പരിശോധിച്ച സ്ഥലമാണിത്. ഇയാൾ കയറിയപ്പോൾ എന്താ പറഞ്ഞത്? 10 കട്ടിലിട്ടുണ്ടാക്കാൻ പോകണമെന്നാണ് പറഞ്ഞത്. 10 കട്ടിലിട്ടേ ജനങ്ങളെ കിടത്തിപ്പൊറപ്പിക്കാൻ പോകണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ കട്ടിലുമില്ല, ഭരണവുമില്ല, ഒന്നുമില്ല. പണി കഴിഞ്ഞു. ആസ്പത്രി തീർന്ന് കിടക്കണം. പട്ടി കയറി പിന്നെ ബലാത്സംഗം ചെയ്യണം. പട്ടി തമ്മിൽ ബലാത്സംഗം ചെയ്യണം അവിടെ ആസ്പത്രിക്കകത്ത് മുകളിൽ. ഇതാ നടക്കണം ഇപ്പം. ഞങ്ങൾ എന്ത് പറയാനില്ല ഈ പഠനത്തെ പറ്റി, ഒന്നും പറയാനില്ല മോനെ ഈ പഠനത്തെ പറ്റി. എൻ്റെ പേര് തങ്കച്ചൻ. കൊല്ലാൻ വരുമോ വരും? അല്ലെങ്കിൽ തമാശയായിട്ട് പറയല്ലേ, കൊല്ലാൻ വരുമെങ്കിൽ പിടിക്കല, ഒറ്റെണ്ണത്തെയും പിടിക്കല. ഇവിടെ എല്ലാത്തിനും ഞങ്ങളും വെട്ടും. ഞങ്ങളെന്നല്ല എൻ്റെ ഫാമിലിയുള്ള ആളുകൾ വെട്ടും എന്നെ കൊല്ലാൻ വരുമെന്ന്. അങ്ങനെ കൊല്ലാൻ വരുമെന്ന് പേടിയാണ്? പേടിയല്ല, ഈ പാർട്ടിക്കാർ കൊല്ലാൻ വരുമല്ല. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. ഇവിടെ ഈ മാസ്റ്റർ പാർട്ടിക്കാർ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. ആരെങ്കിലും എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഒന്നിക്കണം ഇവിടെ. ഇതാണ് സംഭവം. അത് കയറ്റി വയ്യോ. ഇപ്പോഴത്തെ കേരളത്തിലെ ഭരണത്തിൽ വല്യമ്മയുടെ അഭിപ്രായം എന്താണ്? ഞങ്ങളുടെ അഭിപ്രായം മോശം തന്നെ. ഇപ്പോഴത്തെ ഭരണം, പിണറായി വിജയൻ സർക്കാർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭരണം മോശമാണെന്നാണ് പറയുന്നത്. എന്താണ് ഒരു പണിയുണ്ടാമനെ, ഒരു പണിയെടുത്താൽ 10 രൂപ കിട്ടാനുണ്ടാ. എല്ലാവരും അവരവരുടെ തൊഴിലിട്ടേച്ചും ഈ ഒരു തൊഴിലിൽ നടക്കുക. ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് പെൻഷൻ പോലും കിട്ടാനില്ല. 5-8 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. അതുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞുകൂടി പോയത്. ഇപ്പം നടക്കാനും ഒന്നും മേലെങ്കിലും വണ്ടിയും വിളിച്ച് 100 രൂപ കൊടുത്താൽ ഇവിടെ വന്നത്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു വിശേഷവും ഇല്ല. പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരില്ലായിരുന്നല്ലേ? എങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ തരണം ചെയ്തേ. ഇപ്പോൾ 700 രൂപയുടെ മരുന്ന് മേടിച്ചുകൊണ്ടാണ് മേനെ പോകുന്നത്. ഇത് കണ്ട പാടില്ല. ഇത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് നടക്കാൻ ഒരു നിവർത്തിയില്ലേ. ഇതെല്ലാം മേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നു. ഇത് കഴിക്കാതിരുന്നിട്ട് നടക്കാൻ ഒരു നിവർത്തിയില്ല. ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായിട്ട് മരുന്നുകളില്ലേ? മരുന്നുണ്ട് മേനെ. അവിടെയൊക്കെ പോയി നിൽക്കാൻ നമുക്ക് നേരമില്ല. വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞൊക്കെ വരുമ്പോൾ 10 മണിയാകും. പിന്നെ ഇവിടെ ഈ നേരത്തെങ്കിലും വന്നെങ്കിലല്ലേ വല്ലതും കിട്ടും. എല്ലാ ദിവസവും വന്നിച്ചും വെറുതെ പോകണം. ഇന്നാണ് ഇച്ചിരി പൊടിയാണ്ടെങ്കിലും കിട്ടിയത്. സത്യം വലിയമര വീട് ഇവിടെയാണോ? ചെല്ലാനം തന്നെയാണോ? അല്ല മേനെ, ഞങ്ങൾ പള്ളിപ്പുറത്ത്. അപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ വല്യമ്മയ്ക്ക് ഇപ്പോൾ ഇനിയൊരു വട്ടം കൂടി കൊടുക്കാനായിട്ടുള്ള താല്പര്യമുണ്ടോ? അതൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് താല്പര്യം തോന്നണവർക്ക് കൊടുക്കും, അത്രയും. പിണറായി വിജയനാണ് മറ്റവർക്കാണ് ആർക്കാണേലും അന്നേരം അവിടെ ചെല്ലുമ്പോൾ തോന്നണവർക്ക് കൊടുക്കും, അത്രയും. ഇന്നവർക്ക് കൊടുക്കാമെന്നൊന്നുമില്ല. നമുക്കെല്ലാവരും തുല്യമാണ്. പൊതുവേ പോയാലും അവരുടെ വീട്ടിലേക്ക് കൊള്ളാം. നമുക്ക് തന്നെ വല്ല ബലമുണ്ട്. അപ്പോൾ അതേപോലെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് അന്നേരം തോന്നണത് മറ്റേ ഞങ്ങൾ കുത്തുകൊത്തും. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും മകനെ? പ്രായമായവരല്ലേ, വോട്ട് ചെയ്യും, ആർക്കാണെങ്കിലും ചെയ്യും. ഈ പെൻഷൻ മുടങ്ങിയതൊരു വല്ലാത്ത ചതിയായി പോയല്ലേ? ചതിയാണ് മകനെ. ഞങ്ങളത് കൊണ്ടൊക്കെ തരണം ചെയ്തൊക്കെ പോകണം. വീട്ടിൽ എൻ്റെ ഭർത്താവാണേലും പണിയില്ലാതെയൊക്കെ വെറുതെ കുത്തിയിരിക്കുകയാണ്, ഷുഗറും പിടിച്ച്.
ആര് തരും 10 രൂപ? ഒരു മകനുണ്ട്, അവന് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അവൻ്റെ കാര്യം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു മരുന്നിന് പോലും പറയാറില്ല. ഇങ്ങനെ നടന്ന് തേടിയാണ് മരുന്നൊക്കെ മേടിക്കുക. സത്യം പറയുക, ഞങ്ങൾക്ക് അതിനോടൊരു എതിർപ്പില്ല. ഞങ്ങൾക്ക് എല്ലാവരും തുല്യരാണ്. പക്ഷേ അതൊക്കെ ഓർക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. പേരെന്താണ്? എൻ്റെ പേര് ഓമന. ഓമന. എല്ലാം ശരിയാകും പറയാല്ലേ? ആ, എല്ലാം ശരിയാകും. ശരിയാകത്തോളം ശരിയാകട്ടെ, അത്രേ പറയാനുള്ളൂ. തന്നെ എൽ ഡി എഫ് കയറണമെങ്കിൽ കേരളം കുട്ടിച്ചോറാവും. UDF പിന്നെയും സാധ്യതയുണ്ട്, എൽ ഡി എഫ് ഒക്കെ പോട്ടെ, എന്തിനാണ്ടായിട്ട് ഉണ്ടായിട്ടും കാര്യമില്ല. വെറുതെ ഒരു ഇതില്ല. ഭരണമൊക്കെയോ? ഭരണം UDF വന്നിട്ട് ഒരു ഡെവലപ്മെന്റും ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. ആരാണ് ഭൂരിപക്ഷം നോക്കിക്കോ, അവർ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് കാര്യത്തിന് വേണ്ടി. അല്ലാണ്ട് സാധാരണ ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല എന്നാണോ? വോട്ടെടുക്കുമ്പോഴല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. ഞാൻ ബൈപ്പാസ് സർജറി ചെയ്ത ആളാണ്. ബൈപ്പാസ് സർജറി ചെയ്തോണ്ടോ മന്ത്രിക്ക് അപേക്ഷ കൊടുത്തിട്ട് 10 പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. പെൻഷൻ പോലും കിട്ടുന്നില്ല. പിന്നെ എന്നതാ അവർ ചെയ്തിച്ചാൽ? ഞാനിപ്പോൾ ആക്ക് വോട്ട് ചെയ്യത്തില്ല. എനിക്ക് 2000 രൂപ തവണ വോട്ട് ചെയ്യണമെന്ന്. അല്ല, ഞാൻ ചെയ്യത്തില്ല ആക്ക്. ആർക്കും ചെയ്യത്തില്ല. അപ്പോൾ വോട്ടിനോട് ആ താല്പര്യം പോയി എന്നാണോ പോയി എന്തിനു ചെയ്യുന്നു? അവരുടെ കുടുംബത്തേക്കല്ല നമുക്ക് എന്നാ ഫലം? ഒരു മാറ്റം വേണമെന്ന് എല്ലാ മാറ്റമാണ്. എല്ലാവരും ഇത് തന്നെയാ പണി. ഇവർ കയറിയാലും BJP വന്നാലും എല്ലാവരും അയവ് വന്നാലും അവരുടെ കുടുംബം നോക്കുന്നതല്ല, നമുക്ക് ഒരു ഫലവുമില്ല. അപ്പൊ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിന്റെ ഫലം കിട്ടുള്ളൂ, നമ്മൾ സാധാരണക്കാർക്കൊന്നും കിട്ടില്ല എന്നാണ്. പിണറായിയുടെ പ്രശ്നങ്ങള്, പിന്നെ സ്വർണത്തിന് എന്തോ ഉണ്ടായി. പിണറായിയുടെ മോടെ കാര്യത്തിന് ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ തെളിവുണ്ടോ? സാധാരണക്കാരെ ഇരുന്ന് റോഡിൽ കച്ചവടം ചെയ്യുമ്പോൾ അവനെ പിടിക്കാൻ ആളുണ്ട്. ഡൽഹിയിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. അവര് കാണിക്കുന്ന തെറ്റുകളുണ്ട്. ഇവിടെ 2020 മുതലാണ് പിണറായിക്കെതിരെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ED ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല. അതൊക്കെ എന്ത് കാരണം കൊണ്ടായിരിക്കും? വലിയ തെറ്റിന് ചോദിക്കാൻ ആളില്ല. സാധാരണക്കാർ ചെയ്താലുണ്ടല്ലോ അവന് ചോദിക്കാൻ ആളുണ്ട്. ഇന്ന് ലോകം അങ്ങനെ തന്നെ വേണം. അങ്ങനെ ഞാൻ വെറുപ്പ് അതിനകത്ത്. മന്ത്രിയാവാൻ ഒരു ആഗ്രഹം, ജനങ്ങളുടെ ആഗ്രഹം. ഇയാളോട് ചോദിച്ചിട്ട് പറഞ്ഞേ, നമുക്ക് ആഗ്രഹമില്ല. അയാളാകണമെന്നുള്ളത്. പിണറായി വിജയൻ ആകണോ ആഗ്രഹം? മൂന്നാമത്തെ വട്ടം വേണ്ട, പറ്റില്ല. അപ്പൊ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ആര് ജയിച്ചാലും എല്ലാം കണക്കാണ്ടോ? നമ്മൾ വോട്ട് ചെയ്ത ഒരു കുത്തു കുത്തും, പിന്നെ 5 കൊല്ലം നമുക്ക് കുത്തു വരും. ഇതാണ് നമ്മുടെ ടൈം പാസ്. ഈ ഗ്രൗണ്ട് അല്ലേ? അതാണ്. വേറെ ഒരു പണിയും ഇല്ല. പിന്നെ 5 കൊല്ലം നമുക്ക് കുത്തും. അതിനെക്കാട്ടിലും വോട്ട് ചെയ്യണേ പോരെ. വോട്ട് ചെയ്യണില്ലേ അപ്പൊ? ആർക്കും ചെയ്യണില്ല, ഒരാൾക്കും ചെയ്യണമെന്നാണ് ആഗ്രഹം. ചേട്ടൻ എന്തെങ്കിലും ആഗ്രഹം? ഒന്നുമില്ല, ആരും വേണ്ടെന്നാണ്. വന്നിട്ടില്ലല്ലേ? അയ്യോ, അതാണ് കാത്തിക്കണ. എല്ലാം 60-65 വയസ്സ് കഴിഞ്ഞു. എന്നിട്ട് പെൻഷന് വേണ്ടി കാത്തിക്കണാണ്. വന്നല്ലേ? വേറെ പെൻഷനാണ്. ഓക്കെ ഏട്ടാ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് യൂത്ത് കോൺഗ്രസ് വേണം. അല്ലാണ്ട് ഈ പിണറായി വിജയൻ ഇരുന്നിട്ടില്ലേ ഒരു 2 പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ പിലിയ ചെയ്തതൊന്നുമില്ലേ ശരിയല്ല. പിണറായി ചെയ്തതൊന്നും ശരിയല്ല. ചെയ്യേണ്ടത് യൂത്ത് കോൺഗ്രസിന് ഇട്ട് കൊടുക്ക്. പിണറായി ഇരുന്നിട്ട് അവർക്ക് അമ്മമാർക്ക് 40 ദിവസം കഴിയുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ശമ്പളം, ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു വാഗ്ദാനങ്ങളല്ലാണ്ട് വേറൊന്നും പിണറായി ചെയ്തിട്ടില്ല. പിണറായി എന്ന് പറഞ്ഞാൽ നമ്മളെ ദേശത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവൻ വണ്ടി എടുത്ത് കോടിക്കണക്കിന് റുപ്യനെ വണ്ടി എടുത്തിട്ട് ഓടിച്ച് ഇവിടെ പാവപ്പെട്ട അമ്മമാർ ഇവിടെ കിടന്നിട്ട് പെൻഷന് വേണ്ടിയിട്ട് ഓടി കിടക്കണം. ഇവനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരണത്തിൽ വരണം. കോൺഗ്രസ് വരണം ഭരണത്തിൽ. കോൺഗ്രസ് വന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ. അല്ലാണ്ട് ഇവനൊന്നും ഇവനിക്കൊന്നും ഇനിയും ചെയ്യാൻ പറ്റില്ല. ഇവനൊക്കെ BJPക്ക് കൂട്ട് നിന്നിട്ടാണ് ഇവനൊക്കെ കളിക്കണത്. അല്ലാണ്ടൊരു എന്താണ് പറയണ്ടത്? പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പിണറായിനെ കുറിച്ച് പറയുമ്പോൾ കണ്ട കൂടുതൽ അസഭ്യങ്ങളെ വരുള്ളൂ. ഏട്ടാ, ഏറ്റവും നല്ലത് കേരളത്തിൽ കോൺഗ്രസ് വന്നം.
അതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് ഇവനൊന്നും ചെയ്യണ ശരിയൊന്നുമല്ല. ഇവനൊക്കെ ആൾക്കാരെ പറ്റിച്ചും മൂഞ്ചിച്ചും വാഗ്ദാനങ്ങൾ നൽകിയിട്ട് നടക്കണ വ്യക്തികളാണ്. ഇന്നേവരെ 40 ദിവസമൊന്നും കഴിഞ്ഞാൽ അമ്മമാർക്ക് പെൻഷൻ വരുന്നു, വീട്ടമ്മമാർക്ക് അതുവരെയും കൊടുത്തിട്ടില്ല. ഇവനൊക്കെ ചെയ്തേക്കണ വാക്കുകൾ അതാണ്. വാഗ്ദാനങ്ങളുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ഇവനൊക്കെ ലോകദുഷ്ടനാണ്. ഇവനെയൊക്കെ എടുത്തിട്ട് വലിച്ചെറിയണം കേരളത്തിൽ നിന്ന് തന്നെ, പിണറായിനെയൊക്കെ. ഇതിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാവണമെന്നാണ് ആഗ്രഹം? അതിന്റെ പണി പോണെന്നാണ് കേസ് കേട്ടാ. കാരണം ഇതിന്റെ പുറകെ വടിയായിട്ട് നടക്കുകയെ. പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി കേരളത്തിൽ ആരായാലും നല്ലതായിരിക്കും, നല്ല ഭരണമായിരിക്കും. നല്ല ഭരണമായിരിക്കും, അതിന് സംശയമില്ല. അപ്പൊ അതേ പാർട്ടി തന്നെ വേറെ ആരെങ്കിലും മതി? പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി ആരായാലും കുഴപ്പമില്ല, അതേ പാർട്ടിയിലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്നത് സ്വന്തം ഭാര്യക്കും മക്കൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ്. നാട്ടുകാർക്ക് വേണ്ടിയല്ലേ. ഇത്തവണ ഓണച്ചന്ത ഉണ്ടായിരുന്ന, വിഷുച്ചന്ത ഉണ്ടായിരുന്ന, ഏത് ചന്ത ഉണ്ടായിരുന്നു? പേപ്പറേ വരും, എല്ലാം പറച്ചിൽ മാത്രമേ ഉള്ളൂ. പേപ്പറേ വരും. വിഷുച്ചന്ത 18-ാം തീയതി വരെ ഉണ്ട്. എല്ലാം കിട്ടും. പറയാൻ ബാക്കി കട്ട് ചെയ്തേക്കട കേട്ടോ. എല്ലാം ശരിയാവുന്നതുകൊണ്ട് ശരിയാവും. അയാൾ ശരിയായി, അയാളും മകളും മകനും, അത് ശരിയായി. അതിന് കുഴപ്പമില്ല. പിന്നെ ഒരു വട്ടം കൂടി ഭരണം കൊടുക്കൂ, പൊന്ന് ചേട്ടൻ വേറെ പണിയും നോക്ക്. ജനങ്ങൾ ബുദ്ധിയില്ലാത്തവനാണ്. അവൻ കുത്തിയം ചെയ്യും, അവന് ഈ കിറ്റ് കൊടുത്ത വോട്ട് ചെയ്യും. തലേ ദിവസം കൊണ്ടുവന്ന ഒരു കുഴപ്പമൊന്നുമില്ല. ക്രൈമൊക്കെ എനിക്കറിയാം, നീ വിഷമിക്കണ്ട. ഒരു രക്ഷയില്ല മോനെ, ജീവിക്കാൻ രക്ഷയില്ലാത്ത ആൾക്കാരാണ് ഇവിടെ നാട്ടിൽ. അത് ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. ഓക്കെ.